ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനം. ദി ലാസ്റ്റ് ഗോസ്പൽ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ പങ്കുവെക്കപ്പെടുന്ന ദൈവവചനം പ്രാർത്ഥനാപൂർവം ധ്യാനിക്കുക, സ്നേഹിതർക്കും ബന്ധുക്കൾക്കും പരിചയപ്പെടുത്തുക. കോവിഡ് കാല വേദ വിചിന്തനങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് നേരെ കണ്ണടയ്ക്കുന്ന ദൈവമോ എന്ന പരമ്പരയിലെ മൂന്നാം ഭാഗ ചിന്തകളാണ് ഇന്ന് ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നത്. സന്ധി മജ്ജകളെ വരെ വേർപിടിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം യെശയ്യാവ്, ആമോസ്, ഹോശയ എന്നീ പ്രവാചകന്മാരിലൂടെ ശ്രവിച്ചു കഴിഞ്ഞപ്പോൾ ജനമനസ്സുകളിൽ ന്യായമായ ഒരു സംശയം ഉടലെടുത്തു. ഹൗ ക്യാൻ ഐ എക്സ്പ്രസ് മൈ ഫെയ്ത്ത്? എനിക്ക് എങ്ങനെ എൻ്റെ ഭക്തി പ്രകടിപ്പിക്കാൻ സാധിക്കും? 8-ാം നൂറ്റാണ്ടിലെ തന്നെ മറ്റൊരു പ്രവാചകനായിരുന്ന മീഖ നൽകുന്ന മറുപടി അക്കാലത്തേക്ക് മാത്രമല്ല, ഇക്കാലത്തേക്കും എക്കാലത്തേക്കും പ്രസക്തമായ ചിന്തകളാണ്. മാത്രമല്ല, ഭക്തിയുടെ പ്രകടഭാവത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു അവബോധം നൽകുന്ന ഭാഗം കൂടെയാണ് അത്. മീഖ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 6-7 വാക്യങ്ങൾ. എന്തൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന് മുൻപാകെ കുമ്പിടേണ്ടു? ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? 1000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? എന്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എൻ്റെ ആദ്യയാതനയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? 8-ാം നൂറ്റാണ്ടിലെ ദൈവജനത്തിന്റെ ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ സംശയങ്ങളാണ് മേൽ പറഞ്ഞവയല്ല. സ്പിരിച്വാലിറ്റിയുടെ മോഡേണൈസേഷൻ കാരണം ആധുനിക വിശ്വാസിയും ഇതേ കൺഫ്യൂഷനിലാണ് എന്ന് പറയാം. പള്ളി ആരാധന, സംഘടനാ പ്രവർത്തനങ്ങൾ, കുടുംബ പ്രാർത്ഥന തുടങ്ങിയ പരമ്പരാഗത ഭക്തി ജീവിതമൊക്കെ മതിയോ? അതോ എക്സ്ട്രാ ആയി മറ്റെന്തെങ്കിലും കൂടെ വേണമോ? ഈ സാഹചര്യം മനസ്സിലാക്കി കള്ളപ്രവാചകന്മാരും അവരുടെ അനുയായികളും പടുകൂറ്റൻ പരസ്യങ്ങളും ഓഫറുകളുമായി രംഗത്തുണ്ട്. ഇത് അന്ത്യകാലമാകിയാൽ പ്രത്യേകിച്ചു കണ്ണും കരളും കവരുന്ന പരസ്യങ്ങളും കേട്ടാൽ നാവിൽ വെള്ളമൂറുന്ന പേരുകളും മോഹം ജനിപ്പിക്കുന്ന ആൾദൈവങ്ങളും അരങ്ങ് തകർക്കുകയാണ്. ഉത്തരാധുനിക സമൂഹത്തിന്റെ കമ്പോള ഭാഷയായ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളാണ് ആധ്യാത്മികതയുടെ രംഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാവുന്ന എത്രയോ പേർ ഈ മായിക വലയത്തിൽപ്പെട്ട് പുതിയ ബ്രാൻഡുകളിലെത്തി. ഇത്തരം കറക്ക് കമ്പനികൾ പലതും സർക്കാരിന്റെ കരിമ്പട്ടികയിൽപ്പെട്ട് അവരുടെ കപട ആത്മീയതയുടെ മുഖംമൂടികൾ സമൂഹമധ്യേ വലിച്ചു കീറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും പലരും അവരുടെ വലകളുടെ ഇരകളാകുന്നുണ്ട് എന്നത് പരമാർത്ഥം മാത്രമാണ്. ഇതെല്ലാം കണ്ടും കേട്ടും സംശയത്തോടെ അന്തിച്ചു നിൽക്കുന്ന മനുഷ്യരോട് മീഖ പ്രവാചകന്റെ വാക്കുകളെ വിളിച്ചു പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മീഖ പറയുകയാണ്, 6-ാം അധ്യായം 8-ാം വാക്യം, മനുഷ്യ, നല്ലത് എന്ത് എന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഓ പീപ്പിൾ, ദ ലോർഡ് ഹാസ് ഓൾറെഡി ടോൾഡ് യു വാട്ട് ഈസ് ഗുഡ്. ദിസ് ഈസ് വാട്ട് ഹി റിക്വയർസ് ഓഫ് യു, ടു ഡു വാട്ട് ഈസ് റൈറ്റ്, ടു ലവ് മെർസി ആൻഡ് ടു വാക്ക് humbly with your God. In other words, Yahweh has shown you what is good. Do what is right, show mercy, walk humbly with your God. ഒരു മനുഷ്യന്റെ 3 ജീവിത വ്യാപാര മേഖലകളെയാണ് മീഖ ഇവിടെ വരച്ച് കാണിക്കുന്നത്. സാമൂഹ്യ ജീവിതം, വ്യക്തി ജീവിതം, ആധ്യാത്മിക ജീവിതം, സോഷ്യൽ ലൈഫ്, പേഴ്സണൽ ലൈഫ് ആൻഡ് സ്പിരിച്വൽ ലൈഫ്. ഇത് വിശദമാക്കാനായി 3 ഹീബ്രു വാക്കുകളാണ് മീഖ ഈ ഭാഗത്ത് ഉപയോഗിക്കുന്നത്. അവയുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. 1, ന്യായം പ്രവർത്തിക്കുക.
ഡു വാട്ട് ഈസ് റൈറ്റ്. ഒരു ദൈവ പൈതൽ തൻ്റെ സാമൂഹ്യ ജീവിതം, സോഷ്യൽ ലൈഫ് എങ്ങനെ നയിക്കണം എന്നാണ് മീഖ ഇവിടെ പറയുന്നത്. മിഷ്പാത്ത് എന്ന ഹീബ്രു പദമാണ് അതിനായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണയായി ഈ വാക്ക് നീതി എന്ന് പരിഭാഷപ്പെടുത്തി ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ വാസ്തവത്തിൽ നീതി എന്ന വാക്കല്ല, ന്യായം എന്ന വാക്കാണ് ഇവിടെ ശരി. നീതി എന്ന വാക്കിന് പഴയ നിയമത്തിൽ പൊതുവായി ഉപയോഗിക്കുന്ന വാക്ക് സെദാക എന്ന ഹീബ്രു വാക്കാണ്. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മിഷ്പാത്ത് എന്ന വാക്കാണ്. അതിന്റെ അർത്ഥം നാം ഓരോരുത്തരും ആയിരിക്കുന്ന സമൂഹത്തിൽ ന്യായം പ്രവർത്തിക്കേണ്ടവരാണ് എന്നാണ്. അതായത് ന്യായം നാം ഓരോരുത്തരും ആയിരിക്കുന്ന സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ടതും നീതി നമുക്ക് കിട്ടേണ്ടതുമാണ്. അതായത് ന്യായത്തിന്റെ റിസൾട്ടാണ് നീതി. ഇവിടെ മീഖ പറയുന്നത് നാം ചെയ്യേണ്ട കാര്യമാണ്, നമുക്ക് കിട്ടേണ്ട കാര്യത്തെക്കുറിച്ചല്ല. അതായത് ഒരു ദൈവ പൈതൽ ഭക്തി കാണിക്കേണ്ടത് തൻ്റെ പ്രവൃത്തിയിലൂടെയാണ്, ന്യായം പ്രവർത്തിക്കുന്നതിലൂടെയാണ്. എന്നാൽ ഇന്ന് പലരും കിട്ടുന്നതിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. മീഖ പറയുന്നത് ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത് വിശ്വസ്തയോടെ ചെയ്യണം എന്നാണ്. അത് ചെയ്യാതെ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്നാണ് ചോദ്യം. ഈ ചോദ്യങ്ങൾ ചോദിച്ച അന്നത്തെ സമൂഹത്തെ മീഖ തുറന്നു കാട്ടുന്നുണ്ട് തന്റെ പുസ്തകത്തിൽ. അധികാരവർഗത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക. 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ, 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, 3-ാം അധ്യായം 9-ാം വാക്യം, 3-ാം അധ്യായം 11-ാം വാക്യം. ഈ വാക്യങ്ങളിൽ നന്മയെ ദ്വേഷിച്ച് തിന്മയെ ഇച്ഛിക്കുന്ന, ന്യായം വെറുക്കുകയും ചൊവ്വുള്ളതൊക്കെയും വളച്ചു കളയുകയും ചെയ്യുന്ന അധികാരവർഗത്തിന്റെ അരുതാഴികകളെ മീഖ അക്കമിട്ട് നിരത്തുകയാണ്. മീഖ പരിഹാസത്തോടെ വിളിച്ചു പറയുകയാണ്, ഇത്തരത്തിൽ ജീവിച്ചതിന് ശേഷം ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് യഹോവയെ പ്രസാദിപ്പിക്കേണ്ടത്? മൈഖ says, you are the very ones who hate good and love evil. You twist all that is right. നീ ഒരു ദൈവ പൈതലെങ്കിൽ നിന്നെ ദൈവമാക്കിയ സ്ഥാനത്ത് ദൈവ പൈതലായി തന്നെ ജീവിക്കണം. മൈഖ says, demonstrate your faith in your practical life. പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, whatever you do or say, let it be as a representative of the Lord Jesus. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താൽ സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്യണം. നീ ഏത് അധികാര സ്ഥാനത്ത് ആയാലും ദൈവം നിന്നെ അവിടെ ആക്കിയതാണ് എന്ന ബോധത്തോടെ അവിടെ ന്യായം പ്രവർത്തിക്കണം. ന്യായം പ്രവർത്തിക്കാതെ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് ചോദിക്കുന്നു എന്നതാണ് മീഖയുടെ പ്രശ്നം. അടുത്ത ആത്മീയ നേതാക്കളെ കുറിച്ചാണ്. 3-ാം അധ്യായം 5-ാം വാക്യം, 3-ാം അധ്യായം 11-ാം വാക്യം. ഇവിടങ്ങളിൽ ആത്മീയ നേതാക്കളുടെ കപട ആധ്യാത്മികതയെ ചൂണ്ടിക്കാണിക്കുന്നു. ദൈവജനത്തെ തെറ്റിച്ചു കളയുകയും പല്ലിന് കടിപ്പാൻ വല്ലതും ഉണ്ടെങ്കിൽ സമാധാനം പ്രസംഗിക്കുന്നു. അവരുടെ വായിൽ ഒന്നും വിട്ടുകൊടുക്കാത്തവന്റെ നേരെ വിശുദ്ധ യുദ്ധം ഘോഷിക്കുകയും ചെയ്യുന്ന കള്ളപ്രവാചകന്മാരായ ആൾ ദൈവങ്ങളും അവരുടെ അനുയായികളും ലൗകിക നേട്ടങ്ങൾ മാത്രം ലക്ഷ്യമാക്കി ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരും അടങ്ങുന്ന സംഘം. എന്നിട്ടും അവർ യഹോവയെ ചാരി യഹോവ നമ്മുടെ ഇടയിൽ ഇല്ലയോ, അനർത്ഥം നമുക്ക് വരികയില്ല എന്ന് പറയുന്നു എന്നതാണ് ആശ്ചര്യം. ഇനി ബിസിനസ്സുകാരെ കുറിച്ചാണ് മീഖ പറയുന്നത്. 6-ാം അധ്യായം 10-11 വാക്യങ്ങൾ. അനീതിയുള്ള നിക്ഷേപങ്ങൾ, ശാപകരമായ കള്ള അളവ്, കള്ള തുലാസ്, കള്ളപ്പടികൾ, എന്തെല്ലാം തട്ടിപ്പുകളാണ്. കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ പുതിയ ഡേറ്റ് ഇട്ട് പുതിയ പാക്കറ്റിൽ വിൽക്കുന്ന പരിപാടി തുടങ്ങി പാലിലും പച്ചക്കറിയിലും മീനിലും എല്ലാം വിഷം ചേർത്ത് വിറ്റ് പണം ഉണ്ടാക്കുക. എന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് യഹോവയെ പ്രസാദിപ്പിക്കേണ്ടത്? ഈ കോവിഡ് കാലം പ്രത്യേകിച്ചു നമ്മുടെ നാട്ടിലെ അവസ്ഥ വളരെ ദയനീയമാണ്. മീനിലൊക്കെ അതിഭയങ്കരമായ അതിമാരകമായ വിഷം ചേർത്ത് വിറ്റ് ലാഭമുണ്ടാക്കാനായി കച്ചവട സമൂഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യഹോവ ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ളവനെ
ഞാൻ നിർമ്മലനായി എണ്ണുമോ? ഇനി വികലമായ ബന്ധങ്ങളെ കുറിച്ചാണ് മീഖ പറയുന്നത്. 7-ാം അധ്യായം 2-ാം വാക്യം. മനുഷ്യരുടെ ഇടയിൽ നേരുള്ളവൻ ആരുമില്ല, ഓരോരുത്തൻ താൻ താൻ്റെ സഹോദരനെ വല വെച്ച് പിടിക്കുന്നു, ജാഗ്രതയോടെ ദോഷം പ്രവർത്തിക്കുന്നു. 7-ാം അധ്യായം 5-ാം വാക്യം. കൂട്ടുകാരനെ വിശ്വസിക്കരുത്, സ്നേഹിതനിൽ ആശ്രയിക്കരുത്, ഭാര്യയെ നമ്പരുത്. മീഖ എങ്ങനെയാ പറയുന്നത്? നിന്റെ മാർവിടത്തിൽ ശയിക്കുന്നവരോട് പറയാതെ വണ്ണം നിന്റെ വായുടെ കതക് കാത്തുകൊള്ളുക. മകൻ അപ്പനെ നിന്ദിക്കുന്നു, മകൾ അമ്മയോടും മരുമകൾ അമ്മാവി അമ്മയോടും എതിർത്ത് നിൽക്കുന്നു. മനുഷ്യന്റെ ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെ. ഈ പറഞ്ഞതെല്ലാം ഓരോരുത്തരുടെയും ചുമതലകളിലെ വീഴ്ചകൾ എടുത്തു കാണിക്കുന്നവയാണ്. ഇതെല്ലാം ചെയ്തിട്ട് ചോദിക്കാണ്, ഞാൻ എങ്ങനെയാണ് യഹോവയെ പ്രസാദിപ്പിക്കേണ്ടത്? മീഖ പറയുകയാണ്, വിശ്വാസത്തിന്റെ ഫലം പ്രായോഗിക ജീവിതത്തിൽ കാണിക്കണം. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട സമൂഹത്തെ നമുക്കറിയാമല്ലോ. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ, സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾ യോഹന്നാനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? സാധാരണക്കാരായ മനുഷ്യരോട് യോഹന്നാൻ പറഞ്ഞു, 2 വസ്ത്രമുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കണം, അതായത് ഉള്ളത് പങ്കുവയ്ക്കണം. സർക്കാർ ജീവനക്കാരോട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, നിങ്ങൾ അന്യായം ചെയ്യരുത്. പട്ടാളക്കാരോട് യോഹന്നാൻ പറഞ്ഞു, നിങ്ങൾ ബലാത്കാരം ചെയ്യരുത്. അതായത് ദൈവം നമ്മെ ഏത് സ്ഥാനത്ത് ആക്കിയോ അവിടെ നമ്മൾ ന്യായം പ്രവർത്തിക്കണം. ഒരു ഡോക്ടറാവാം, നേഴ്സാവാം, എഞ്ചിനീയർ ആവാം, ടീച്ചറാവാം, ഹോം മേക്കർ ആവാം, പൊളിറ്റീഷ്യൻ ആവാം, ബിസിനസ്മാൻ ആകാം, എന്തുമാകട്ടെ അവിടെ ന്യായം മാത്രം പ്രവർത്തിക്കുന്നവരാകണം. ഡു ജസ്റ്റിസ് ടു യുവർ കോളിംഗ്. യേശുകർത്താവ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാണ്, അന്ധകാരം ഉണ്ടാക്കുന്നവരല്ല. നമ്മൾ ഭൂമിയുടെ ഉപ്പാണ്, അരുചി ഉണ്ടാക്കുന്നവരല്ല. 2, ദയാതൽപരനായിരിക്കുക, ഷോ മെഴ്സി. ഒരു ദൈവ പൈതൽ തൻ്റെ വ്യക്തി ജീവിതം, പേഴ്സണൽ ലൈഫ് എങ്ങനെ നയിക്കണം എന്നാണ് മീഖ ഇവിടെ പറയുന്നത്. ഹെസദ് എന്ന ഒരു ഹീബ്രു പദമാണ് മീഖ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദയാ തൽപരത, അചഞ്ചല സ്നേഹം എന്നൊക്കെ ആ വാക്കിനെ നമുക്ക് പരിഭാഷപ്പെടുത്താം. 7-ാം അധ്യായം 18-ാം വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് മീഖ പറയുന്നു, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. ദൈവത്തിന്റെ ക്യാരക്ടറാണ് അല്ലെങ്കിൽ വെർച്യു ആണ് ദയ. അപ്പോൾ ഒരു ദൈവ പൈതലിന്റെ അടിസ്ഥാന സ്വഭാവം മനസ്സലിവ് അല്ലെങ്കിൽ ദയാ തൽപരത ആയിരിക്കണം. യേശു ചെയ്ത സകല അത്ഭുത പ്രവൃത്തിയുടെയും മൂല കാരണം മനസ്സലിവായിരുന്നു. ഒന്നുകിൽ മറ്റുള്ളവരിൽ ദർശിച്ച മനസ്സലിവ്, അല്ലെങ്കിൽ കർത്താവിനുണ്ടായ മനസ്സലിവ്. ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ പക്ഷവാതക്കാരനെ താങ്ങിയെടുത്ത 4 സംഘത്തെക്കുറിച്ച് നാം വായിക്കുന്നു. യാതൊരു പൊട്ടൻഷ്യലും ഇല്ലാത്ത, ഡാമേജ്ഡ് ആയ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇൻകപ്പാസിറ്റേറ്റഡ് ആയ ഒരുവനോടുള്ള അവരുടെ സ്നേഹത്തെ, ദയയെ, മനസ്സലിവിനെ യേശു കർത്താവ് ഫെയ്ത്ത് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ അത്ഭുത രോഗശാന്തി കുളക്കരയിൽ 38 വർഷം സൗഖ്യം കിട്ടാതെ കിടന്ന മനുഷ്യനെ കണ്ടപ്പോൾ കർത്താവിന്റെ ശാന്തി നഷ്ടപ്പെട്ടു. മനസ്സലിവോടെ അവനെ സമീപിച്ച യേശുവിനോട് അവൻ പറയുകയാണ്, എനിക്ക് ആരുമില്ല. എന്ത് ഭയങ്കരമായ ഒരു പ്രസ്താവനയാണ്. ഈ അത്ഭുത കുളക്കരയിൽ കഴിഞ്ഞ 38 വർഷങ്ങൾ വന്നുപോയ ഒരുത്തൻ പോലും യഥാർത്ഥ വിശ്വാസിയല്ലല്ലോ എന്ന ദുഃഖത്തോടെ യേശുവിനോട് പറയുകയാണ്, എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങളിൽ യെരുശലേം ദേവാലയത്തിലേക്കുള്ള യാത്രാമധ്യേ ഏറ്റവും വലിയ കച്ചവട കേന്ദ്രമായിരുന്ന എരിഹോവിലെ വഴിവക്കിൽ ബർത്തിമായി എന്ന കുരുടനായ ഭിക്ഷക്കാരൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പ്രവഹിക്കുന്ന തീർത്ഥയാത്രക്കാരുടെ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ കർത്താവിനെ തിരിച്ചറിഞ്ഞ് അലറി വിളിച്ച് കരഞ്ഞു ബർത്തിമായി. കർത്തൃ സാന്നിധ്യത്തിന്റെ കുളിർമയിൽ പ്രിയനെ തൊട്ടുരുമി നടന്നവർ ആക്രോശിച്ചു, ബി ക്വൈറ്റ്, ഷട്ട് അപ്പ് യു. പക്ഷേ ആർദ്രതയുടെ മൂർത്തിഭാവമായ യേശു അവിടെ നിന്നു. ഹി സ്റ്റുഡ് സ്റ്റിൽ എന്നാണ്
ശരിയായ പരിഭാഷ. അനങ്ങാനാവാതെ നിന്നുപോയി. അപ്പോഴേക്കും ഭക്തന്റെ ഭാവം മാറി. വിളിക്കുന്നടാ എന്നായി. ആർദ്രത, മനസ്സലിവ്, കൈൻഡ്നസ്, ഇറ്റ്സ് എ ലാംഗ്വേജ്. ഇറ്റ്സ് എ ലാംഗ്വേജ് ദാറ്റ് ദ ഡംബ് ക്യാൻ സ്പീക്ക്, ദ ഡെഫ് ക്യാൻ ഹിയർ ആൻഡ് ദ ബ്ലൈൻഡ് ക്യാൻ സീ. മൂകന് പോലും സംസാരിക്കാൻ കഴിയുന്ന, ബധിരന് കേൾക്കാൻ കഴിയുന്ന, അന്ധന് കാണാൻ കഴിയുന്ന ഭാഷയാണ് ആർദ്രത. It is just more than loving people. It is loving people more than they deserve. യേശു നമ്മോട് പറയുകയാണ്, യോഹന്നാൻ 13:15, I have set an example before you that you should do as I have done to you. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഒരു ദൃഷ്ടാന്തം നിങ്ങൾക്ക് വെച്ചേക്കുന്നു. പ്രസംഗിക്കുന്ന സുവിശേഷത്തിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന സുവിശേഷം. ദയാ തൽപരനായിരിക്കുക, ദയയുടെ ആൾരൂപങ്ങളാവുക. കൊൽക്കത്തയുടെ തെരുവീഥികളിലും അഴുക്കുചാലുകളിലും അത് പ്രവർത്തിച്ച് കാണിച്ച് ലോകത്തിന്റെ അമ്മയായി മാറിയ മദർ തെരേസ ഒരു ഉദാഹരണം മാത്രമാണ്. 3, ദൈവ മുമ്പിൽ വിനീതനായി വർത്തിക്കുക. വാക്ക് ഹംബ്ലി വിത്ത് യുവർ ഗാഡ്. ഒരു ദൈവ പൈതൽ തന്റെ ആധ്യാത്മിക ജീവിതം, സ്പിരിച്വൽ ലൈഫ് എങ്ങനെ നയിക്കണം എന്നാണ് മീഖ ഇവിടെ പറയുന്നത്. ഹസ്നേയ എന്ന ഹീബ്രു പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തോടൊപ്പം ദൈവസന്നിധിയിൽ താഴ്മയോടെ നടക്കുക. താഴ്മ ഒരു മനോഭാവമാണ്. ഇന്ന് ഭക്തിയാണല്ലോ ഏറ്റവും വലിയ ബിസിനസ്. വൻകിട ചെറുകിട മാനിപ്പുലേറ്റേഴ്സ് ഓഫ് ഗാഡ്. ദൈവത്താൽ കൺട്രോൾ ചെയ്യപ്പെടുന്നതിന് പകരം ദൈവത്തെ കൺട്രോൾ ചെയ്യാണ് ഈ കൂട്ടർ ചെയ്യുന്നത്. അഹങ്കാരികളായ ആൾ ദൈവങ്ങളാണ് ക്രൈസ്തവ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ ശാപം. ദൈവത്തെ പിടിച്ചുകെട്ടി കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്ന ആൾ ദൈവങ്ങൾ. ട്രാൻസ് എന്ന ഒരു സിനിമ പൊളിച്ചടുക്കുന്നുണ്ട് ഇത്തരം ആൾ ദൈവങ്ങളെയും അവരുടെ പ്രചാരകരെയും. രോഗശാന്തിയും സാമ്പത്തിക അനുഗ്രഹങ്ങളും ശാപമോക്ഷവും എല്ലാം സാധിച്ചു കൊടുക്കുന്ന, ആഡംബര കാറുകളിൽ സഞ്ചരിക്കുന്ന, പഞ്ചനക്ഷത്ര ബംഗ്ലാവുകളിൽ താമസിക്കുന്ന, ആജ്ഞാനുവർത്തികളായ ഗുണ്ടാ സംഘങ്ങളുള്ള ആൾ ദൈവങ്ങൾ. ദൈവത്തെ കൊണ്ട് നടക്കുകയാണ് ഇവരൊക്കെ ഇഷ്ടം പോലെ നിയന്ത്രിക്കാൻ. പരമഫക്കീറന്മാരായ സഞ്ചാര സുവിശേഷകർ വീടാന്തരം കയറി ഇറങ്ങി സുവിശേഷം പങ്കുവച്ച് കെട്ടിപ്പൊക്കിയ ക്രൈസ്തവ സഭയെ വിറ്റ് കാശാക്കുന്ന ഇത്തരം കള്ള നാണയങ്ങളാണ് ആധുനിക ഭക്തി പ്രസ്ഥാനത്തിന്റെ ശാപം. അവിടേക്ക് ആകർഷിക്കപ്പെടുന്നവരോട് പറയുന്ന ഒരു കാര്യം, യാതൊരു കെട്ടുപാടുകളുമില്ലാതെ നിയന്ത്രണങ്ങളില്ലാതെ ആരാധിക്കാം എന്നാണ്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ജർമ്മനിയിലെ മരിയൻഫെൽഡിൽ നടന്ന ലോക കത്തോലിക്ക യുവജന സമ്മേളനത്തിൽ ചെയ്ത പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു: വിശ്വാസത്തെ വിൽപ്പന ചരക്കാക്കുന്ന പുതിയ ഛിദ്ര സംഘങ്ങൾക്കെതിരെ ജാഗരൂകരായിരിക്കണം. വിശ്വാസ സ്വാതന്ത്ര്യം എന്നത് പൂർണ്ണമായി തന്നിഷ്ട രീതിയിൽ ജീവിക്കാമെന്നല്ല, സത്യവും നന്മയും അനുസരിച്ച് ജീവിക്കുക എന്നാണ്. അതുവഴി സത്യവും നന്മയും നിറഞ്ഞവരാവുക എന്നതുമാണ്. ആധുനിക പഞ്ചനക്ഷത്ര സുവിശേഷ പരിപാടികളെല്ലാം ജാടയാണ്, പത്രാസുകളാണ്. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്, പത്രോസ് പാറ പക്ഷെ പത്രാസ് തീറയാണ്. ആത്മീയ അഹങ്കാരമാണ് ഏറ്റവും മാരകമായ രോഗം. വിശുദ്ധ സെന്റ് അഗസ്റ്റിൻ പറഞ്ഞു, അഹന്ത മാലാഖമാരെ പിശാചാക്കി മാറ്റും, താഴ്മ മനുഷ്യനെ മാലാഖമാരാക്കും. പ്രിയരെ, ഒരു കോവിഡാനന്തര കാലം ദൈവം നമുക്ക് നൽകാൻ കരുണ കാണിച്ചാൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ത് എന്ന് മീഖാ പ്രവാചകൻ നമ്മോട് വിളിച്ചു പറയുകയാണ്. ഡു what is right, show mercy, walk humbly with your God. That is what God requires or expects from us. വികാരങ്ങളുടെ ഊതിപ്പെരുപ്പിക്കലല്ല, മനസാക്ഷിയുടെ ഉണർത്തലാണ് ഭക്തി. 8-ാം നൂറ്റാണ്ടിലെ മീഖാ പ്രവാചകൻ നമ്മോട് വിളിച്ചു പറയുന്നു, എങ്ങനെയാണ് നീ ഭക്തി പ്രകടിപ്പിക്കേണ്ടത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. God bless.